അജോദ് ഉപ്പാൻ്റെ കന്നുണ്ടോ? ഉപ്പൂപ്പാൻ്റെ അടുത്തുണ്ട്. ഉപ്പൂപ്പാൻ്റെ കന്ന് ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ ഈ കുട്ടിയും ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ കാളപൂട്ടിൻ്റെ ആവേശത്തിലാണ്. ഇനി നമുക്ക് കാളപൂട്ടിൻ്റെ ആവേശം കാണാം. ഇതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് അറിയാനുണ്ട്. കാളപൂട്ട് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ കാടാമ്പുഴ കരേക്കാട്ട് നടക്കുന്ന കാളപൂട്ട് മത്സരത്തിലാണ് ഇന്ന് മിഥുനം പബ്ലിക്കേഷൻസിൻ്റെ ഇത്തിരിനാൾ. കാളപൂട്ട് മത്സരത്തിൽ അറിയാ വിശേഷങ്ങളുമായി ഇത്തിരിനാൾ. താങ്കളുടെ പേരെന്തായിരുന്നു? മാങ്ങാട്. ഇത് എവിടുത്തെ? മാങ്ങാടൻ കുഞ്ഞുട്ടി. മങ്ങാട്. ഇത് എവിടെയുള്ള കൂട്ടായ്മയാണ് കാള? അതായത് ജോഡി എവിടുത്തെ? അതെ, പറമ്പിലങ്ങാടി, കോട്ടക്കൽ. പിന്നെ രണ്ട് ജോഡി കന്ന് മത്സരത്തില്. ഇത് എല്ലാ വർഷവും ഉണ്ടാവും? അത് എല്ലാ മാസവും 2 പ്രാവശ്യം. എല്ലാ മാസവും 2 പ്രാവശ്യം ഉണ്ടാവും. മാസത്തില് 2 പ്രാവശ്യം. അല്ല, അപ്പൊ ഈ പാടത്ത് എങ്ങനെയൊക്കെ റെഡിയാക്കി നിർത്തണാണ്. റെഡിയാക്കി നിർത്തണാണ്. സിമെന്റ് കെട്ട്? സിമെന്റ് ഇല്ല, ചളി മണല്. അതില് എങ്ങനെയൊക്കെയാണ് അതിന്റെ രീതികളെന്ന് പറഞ്ഞുതരുമോ? അത് എന്താ പറയാ, ആദ്യം മണ്ണാണോ? നല്ല വൃത്തിയാക്കി ആദ്യം നല്ല ഊർന്ന് ലെവൽ ചെയ്യും. കംപ്ലീറ്റ് ലെവൽ ചെയ്തിട്ട് മണലിട്ടിട്ട് എല്ലാം, അതായത് ഈ കുളമ്പ് താവാതെ ഓടുമ്പോ കുളമ്പ് താന്ന് പോവില്ല. റോട്ടിൽ കൂടി പോണ മാതിരി ഉണ്ടാവും. റോട്ടിൽ കൂടെ നമ്മള് വണ്ടിയിട്ട് പോണ മാതിരി. അതിന് വേണ്ടിട്ട് ഇത് എല്ലാം റെഡിയാക്കിയിട്ട് കണ്ടം. അപ്പൊ അത് എത്ര ദിവസത്തിന് മുന്നേ ഒരുക്കണം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഒരാഴ്ച മുന്നേ ഒരു കണ്ടം ഒരാഴ്ച മുന്നേ. അപ്പൊ വെള്ളം നല്ലോണം നിർത്തിയിട്ട് ഒക്കെ ഒരു അരടിയോളം വെള്ളം നിർത്തിയിട്ട് ഒക്കെ ലെവൽ ചെയ്ത് റെഡിയാവും. ഇതില് മത്സരത്തില് എല്ലാ പ്രാവശ്യവും 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാ? 1ാം സ്ഥാനം അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇന്നിപ്പോ 70 ജോഡി കന്നുണ്ട് ഇവിടെ. 70 ജോഡി കന്നുണ്ട്. രാവിലെ 7 മണിക്ക് തുടങ്ങി. 7 മണിക്ക് സ്റ്റാർട്ട്. 70 ജോഡി കന്നില് അവസാന റൗണ്ട് വരെ ഫിനിഷ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ ഓടുന്നതിന് കപ്പ് കിട്ടും. അത് 5 ജോഡിക്കേ കിട്ടും. 5 ജോഡിക്കേ കപ്പ് കിട്ടുള്ളൂ. വലിയ ട്രോഫികളൊക്കെ ഉണ്ടോ? എങ്ങനെ? വലിയ ട്രോഫി ഇപ്പൊ ഇന്നത്തെ ട്രോഫി സൗഹൃദ കൂട്ടായ്മ കൊടുക്കണേ. എടുത്താ പൊങ്ങാത്ത ട്രോഫി എന്നല്ല ഉദ്ദേശിച്ചത്. സമ്മാനം ബൈക്കാണ്. 1ാം സമ്മാനം ബൈക്കാണ്. 2ാം സമ്മാനം കപ്പ്. 2ാം സമ്മാനം 2, 3, 4, 5 സ്ഥാനങ്ങളാണ് ഈ മത്സരത്തിൽ. 5 സ്ഥാനങ്ങളാണ്. ശരി. 5 കപ്പ് ഉണ്ടാവും. അതിൽ 1ാം സമ്മാനം നേടുന്ന കന്നിന് ഒരു വണ്ടിയുണ്ട്. 1ാം സമ്മാനം നേടുന്ന, സ്ഥിരമായിട്ട് 1ാം സമ്മാനം നേടുന്ന ജോഡി കന്നുകളുണ്ടോ? കണ്ടത്തിലും അല്ല, ഈ കന്നിന്റെ ഒരു ഉശിരിന് നമ്മളെ ഭക്ഷണം എങ്ങനെയൊക്കെയാ അതിന്റെ രീതികൾ? പലർക്കും അതിനെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല. അതാണ് അത് പഠിക്കേണ്ട സംഗതി. അങ്ങനെയാണ് വേണ്ടേ? അതല്ല, മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിട്ട് പുല്ല്, വൈക്കോല്, അതുപോലെ തന്നെയുള്ള സാധനം, കോഴി, ആട്ടുംതല, കോഴിമുട്ട, ഈത്തപ്പഴം, അതായത് മനുഷ്യൻ കഴിക്കണ എല്ലാ, പാല്, കെമിക്കലല്ലേ കൊടുക്കൂല. ആട്ടുംപാല് കൊടുക്കും, പൂവമ്പഴം കൊടുക്കും. അതാണ് അവരെ തീറ്റി. മുതിര. ഇളനീര് കൊടുക്കും. 5 റൗണ്ടാണ് ഇതിന്റെ. പറയൂ. 2 റൗണ്ട് ട്രയല്, 2 റൗണ്ട് ട്രയല്. പിന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലെ മാതിരി പോലെ സെമി ഫൈനൽ എന്ന് പറയുന്ന മാതിരി 3
റൗണ്ട് നമ്മൾ ഇതിന് പൊന്താന്ന് പറഞ്ഞ സാധനം 4 സൈഡ് കുത്തും. അതിൻ്റെ ഉള്ളിൽ കൂടി ഓടി സെക്കൻഡ് ഇറങ്ങി നിൽക്കുന്ന കന്നുകൾക്കാണ് 1-ാം കപ്പ് 2-ാം കപ്പ് 3-ാം കപ്പ് 4-ാം കപ്പ് 5-ാം കപ്പ് ഇത്രയും കപ്പുകൾ കൊടുക്കാം. അത് 3 റൗണ്ടിൽ ഫുള്ളായി നിൽക്കണം. അതിൽ സെക്കൻഡ് കുറയണം. ആ സെക്കൻഡ് ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഇറങ്ങിപ്പോയണ കന്നാക്കാണ് കപ്പ്. ഇത് എത്ര മീറ്റർ അങ്ങനെ എന്തേ കണക്കുണ്ട് സ്ഥിരമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഏക്കറിൻ്റെ അടുത്തുണ്ടോ? അതല്ല, ഒരു നമ്മളിപ്പോൾ ഓടുന്ന മാതിരി 100 മീറ്റർ 200 മീറ്റർ 300 മീറ്റർ 400 എന്നൊക്കെ പറയുമല്ലോ. 400 മീറ്റർ വരും. 400 മീറ്റർ എന്തായാലും ഉണ്ടോ? മീറ്റർ റൗണ്ട് വരും. റൗണ്ട് 13 ചില്ലറ സെക്കൻഡിലാവും. 13-2 13-4 13-6 13-7 400 മീറ്റർ 13-2 ആ 13 13-4 13-6 17-8 എന്ന രീതിയിൽ 14-ന്റെ ഉള്ളിൽ അതിലെ 14 മോൾക്കും വരും. ഏറ്റവും കൂടുതൽ കന്ന് 14-ന്റെ ഉള്ളിലായിട്ട് ഓടും. അതിൽ ഏറ്റവും കുറഞ്ഞ് ഓടുന്ന കന്നിനാണ് 1-ാം സ്ഥാനം. പിന്നെ 2-ാം സ്ഥാനം 3-ാം സ്ഥാനം ഓട്ടത്തിൽ 3 റൗണ്ട് ഓടുന്ന സെക്കൻഡുകൾ നമ്മൾ കൂട്ടും. ആ കൂട്ടിയിട്ട് അതിൽ ഏറ്റവും കുറവുള്ള സെക്കൻഡ് 1-ാം കപ്പ് കൊടുക്കും. ഫൗളാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 3 റൗണ്ടിൽ 4 മൂലയിൽ അമ്പയർമാരുണ്ടാവും. അതായത് ഇത് ബോൾ തട്ടി കഴിഞ്ഞാൽ അന്ന് ബോളായി പിന്നെ അവർക്ക് അപ്പൊ വിസിലടിക്കും. അവർക്ക് ചാൻസ് ഇല്ല. പൊടി വന്നിക്കും. പിന്നെ അവർക്ക് കളിക്കാൻ കഴിയില്ല. 3 റൗണ്ട് ഫിനിഷിങ് ചെയ്യണം ഫൗളാവാതെ. എന്നിട്ട് അതിൽ ആ 3 റൗണ്ട് കൂടി കൂട്ടിയിട്ടാണ് ഏറ്റവും കുറഞ്ഞത് 3 റൗണ്ട് 12 പൊന്ത കിടക്കണം. 12 പൊന്ത പറഞ്ഞാല് ഒരു റൗണ്ടിൽ 4 പൊന്ത കിടക്കണം. അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ മണ്ടണം. 3 റൗണ്ടിൽ 12 പൊന്ത. 3 റൗണ്ടിൽ തട്ടാൻ പാടില്ല. ബോളും വെക്കും 4 മൂലയിൽ. അതിന്റെ ഉള്ളിൽ കൂടെ ഫിനിഷ് ചെയ്യണം. ഉള്ളിൽ കൂടി ഫിനിഷ്. ഏറ്റവും കുറഞ്ഞ ഓടുന്ന കന്ന് 1-ാം റൗണ്ട് 2-ാം റൗണ്ട് 3-ാം റൗണ്ട് അങ്ങനെ 3 റൗണ്ടിലും ഫൗളാവാതെ നിന്നിട്ട് ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ ഓടി ഫിനിഷ് ചെയ്യുന്ന കന്നിന് 1-ാം കപ്പ്. അതിന്റെ താഴെ ഫിനിഷ് ചെയ്തതിന് 2-ാം കപ്പ് 3-ാം കപ്പ് അങ്ങനെ ക്രമേണ 5 കപ്പ്. അങ്ങനെയാണ് മത്സരത്തിന്റെ ഒരുപാട് ആളുകൾ ഇവിടെ കാണാനൊക്കെ എത്താറുണ്ട്. കാളപ്രേമികൾ തന്നെ ഉണ്ടല്ലോ ഒരുപാട്. ഒരു 5000 ആളുകൾ എന്തായാലും വരും. 10,000-15,000 ആളുണ്ടാവും. 15,000 ആള് കണ്ടമാനം ജനം. നമ്മൾ ഇതിന്റെ ആസ്വാദകനാണ്. അങ്ങനെ കണക്ക് പറയാൻ പാടില്ല. ഒരു പണിക്കാരനായിരുന്നു പഴയ കാലത്ത്. കഴിഞ്ഞില്ല 70 വയസ്സായി. 70 വയസ്സായി. ഞാൻ 1953 ജന്മം. 16-ാം വയസ്സിൽ തുടങ്ങിയപ്പോൾ പരിപാടി. എൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. ഒരു ചേട്ടൻ്റെ. അപ്പൊ ഇത് ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ശീലം. ജോലിക്കാരനായിരുന്നു. ആണ്ടിന്നായിരുന്നു. ഇവിടെ തന്നെയാണോ വീട്? ഊരകം പഞ്ചായത്തിൽ നിന്ന്. ഊരാം പഞ്ചായത്ത്. അറിയാം. അത് എവിടെ നടക്കുകയാണെങ്കിലും മൂപ്പരാള് 6 മണി 7 മണി ആകുമ്പോൾ കണ്ടത്തിലുണ്ടാവും. ഏറ്റവും എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് പാപ്പാനെ മങ്ങാട് മെയ്യീനാക്കി 1 റുപ്യ 2 റുപ്യൊക്കെ അന്ന് കാവത്തിനാണ്. അല്ല ഏട്ടോ, ഈ ഒരു കാളക്കൊക്കെ ഒരു നമ്മൾ വാങ്ങുമ്പോൾ എത്ര വില ഉണ്ടാവും? വില എന്ന് പറഞ്ഞാൽ മോവലാണ്. ഫിനിഷ് ചെയ്ത് മോവല. അതായത് എന്നാലും നമുക്കൊന്ന് പറയാൻ അത് രണ്ടെണ്ണത്തിന് ഒരു മര്യാദ ആവറേജ് നല്ല. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു കാളനാണ്. അപ്പൊ എത്രക്കാ തരാ? അത് നിങ്ങൾ ഏത് റേഞ്ചിലുള്ള ചോദിക്കണെന്നാണ്. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ടോപ്പ് റേഞ്ചിലുള്ള ഒരു സാധനമാണ്. അപ്പൊ എത്ര തരാ? ജോഡിയിൽ 40 റുപ്യല്ലേ? നമ്മളിപ്പോ 40 ലക്ഷം റുപ്യ വരും. 40 ലക്ഷം റുപ്യ വരും ഒരു കാളക്ക്. ഒറ്റ ഒന്നിന്, ഒരു ജോഡിക്ക്. അപ്പൊ കഴിവുള്ളവനെ ഈ കളി കളിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കാളപൂട്ടിന്റെ രീതി എന്ന് പറഞ്ഞാല് കാളപൂട്ടിന് ജാതി കാര്യങ്ങളൊന്നുമില്ല. കാളപൂട്ടിന് ജാതി മതമൊന്നുമില്ല. ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ലാത്തൊരു സംഗതി നമ്മളെ ഇവിടെ നടന്നുകൊണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന ആ രംഗങ്ങളും ആലോചിച്ചോക്കാണ്. പല ജാതിക്കാരും ഉണ്ട്. ഇതൊരു സൗഹൃദം, എന്താ പറയാ, സൗഹൃദ കൂട്ടായ്മ തന്നെ. ഞങ്ങൾ ഇവിടെ ഹിന്ദുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, എല്ലാവരും രാഷ്ട്രീയക്കാരുണ്ട്. ആ രാഷ്ട്രീയം ജാതി മതമല്ല. ഇത് ഈ കളത്തൊക്കെ ഇറങ്ങിയാല് ഒറ്റക്കെട്ട, എല്ലാരും ഒറ്റക്കെട്ട. ആവേശം മാത്രമേ ഉള്ളൂ. ആ നന്മയുടെ ആവേശം. ജയിക്കണം എന്നില്ല
ഇതെല്ലാം ഉണ്ടാവുള്ളൂ. അതെ അതെ അതെ, അതുള്ളിലുണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടായ്മയോടുകൂടി എന്നും ഒരേപോലെ തന്നെയാണ്. ഈ കാളപ്പൂട്ട് എന്ന് പറഞ്ഞാൽ കുറെ കായ്പാട് ഉണ്ടായിട്ട് കാര്യമല്ല. കാളപ്പൂട്ടിന്റെ ആകല്ല ഈ ബന്ധങ്ങളാണ് എല്ലാവരുമായിട്ട് കുടുംബത്തിലെ അല്ല ഉണ്ട്. അതെ അതല്ല, പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇത് മൃഗത്തിനോടുള്ള ചെയ്യുന്ന ഒരു ക്രൂരതയായിട്ട് ചിലർ പറയുന്ന ഉണ്ടല്ലോ. അതെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പറയണ്ടല്ലോ, നമ്മളെ കുട്ടികളെ തള്ളിയമാരും കൂടി ഇട്ടാൻ തല്ലില്ല. കാരണം കുട്ടികളെ നമ്മളൊന്നും പോടാറുണ്ട് വിട്ടുവിട്ടല്ലോ, അത്രേ ഉള്ളൂ. ഇറ്റന്റെ തീറ്റപ്പുകളെ എന്തൊക്കെ കൊടുക്കുക വെച്ചല്ലോ, ഇറ്റക്ക് കൊടുത്ത കണക്ക് പറയാൻ പറ്റില്ല. കുട്ടികൾക്ക് കൂടി കൊടുക്കണ്ടാവില്ല. മുതലക്ക് 90 രൂപ 75 രൂപ ഒരു മോരിക്ക് ചുരുങ്ങിയ കൂട്ടിക്കോളി 2 കിലോ കൂട്ടിക്കോളി, 3 ജോഡി 4 ജോഡി ഉണ്ടെങ്കിൽ ഉറുപ്പ് എത്രയായി? അതെ അതെ അതെ. അരിക്ക് 40 രൂപ. താങ്കൾ എന്താ പറയുന്നുണ്ടോ പറഞ്ഞ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു നേരത്തെ ചോദിച്ചില്ലേ ഭക്ഷണങ്ങൾ എന്തൊക്കെയാ കൊടുക്കാന്ന്. അപ്പൊ അത് ഇതൊന്ന് താരതമ്യം ചെയ്താൽ മതി. ക്രൂരതയാണോ? അതെ അതെ തീർച്ചയായിട്ടും അതന്നെ എനിക്കും പറയാനുള്ളത്. ഇതിപ്പോ നമ്മളെന്താണോ നമ്മള് വാങ്ങല് ബ്രോയിലർ കോഴിയാണ്. ബ്രോയിലർ കോഴിയാണ് വീട്ടിൽ വാങ്ങല്. ഇവർക്ക് ആ കോഴിയല്ല കൊടുക്കുക, നാട്ടിൽ വളർത്തിയ നാടൻ മുട്ട നാടൻ കോഴി നാടൻ ഭക്ഷണം നമ്മള് കഴിക്കുക. ശരിക്കും അലോപ്പ ഇംഗ്ലീഷ് മരുന്നും കൂടെ കൊടുക്കൂല. ഇവർക്ക് ആകുള്ളത് 15 ദിവസത്തിൽ ആകുള്ളത്. ക്രൂരത എന്ന് പറഞ്ഞപ്പോ പറയാ ഈ ഒരു ദിവസം ഇവർക്ക് ഫൈറ്റ് ഉള്ളൂ. അതെ അല്ല, ഇവിടെ ഒരു ക്രൂരത ഞാൻ കണ്ടില്ല. അല്ല പറയുമ്പോ ഞാൻ പറഞ്ഞു മാത്രം. അതെ ജനങ്ങൾ പറയുന്നത്. അതെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. പൊന്നു പോലെയാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ വരുമ്പോ ചെറിയൊരു ഇതുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ മത്സരത്തിന് വരുന്നതാണ്. ചെറിയ മട്ടത്തിലുള്ള ഒരു വേദനാക്കലുകൾ ഉണ്ടാവും. അത്ര ഇതിലാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. അതൊരു മത്സരത്തിന് നമ്മളിപ്പോ ഒരു സ്പോർട്സിന് സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ മാഷന്മാരൊന്ന് സ്പീഡ് കുറഞ്ഞു ഓടി ഇവരും ചെയ്യണോ? അങ്ങനെ നോക്കണാണല്ലോ. ഇവർക്കൊക്കെ അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ള കഴിവില്ല. നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് അവർക്ക് മനസ്സിലാവും. ഏത് മൃഗം അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ഒരു നാലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലെല്ലാം പഠിപ്പിച്ചു കൊടുത്താല് പറഞ്ഞ മാതിരി സാധനങ്ങള് കൊടുക്കുന്നുണ്ട്. ഭക്ഷണം സ്റ്റാമിനക്കുള്ള എല്ലാ. അല്ല ഈ ഒരു കാളേനെ എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ കളിക്കാന്? അതൊരു ചുരുങ്ങിയത് ഒരു 6 വർഷം 7 വർഷം നല്ല കടാകടിയിൽ 6 വർഷം 7 വർഷം വരെ ഒരേ ടൈമിൽ നല്ല പ്രായം ഉണ്ടല്ലോ. അതായത് ഒരു കൊല്ലത്തില് ഒരു എത്ര കളി വരും? ഒരു കൊല്ലല്ല, ഒരു 6 കൊല്ലം. പഴയ കാലത്തൊക്കെ ഉള്ള പിന്നെ കന്നെന്ന് പറഞ്ഞാൽ 10 കൊല്ലം വരെ ഒരേ ടൈം പിടിച്ചിരിക്കുന്ന കന്നില്ല. നല്ലൊരു ടൈം, പൈസയും കാര്യങ്ങളും ആരോഗ്യം. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയാ ഫുഡ് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം. വ്യായാമ രീതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വ്യായാമ രീതി നടത്തിക്കും നല്ലോണം നടത്തിക്കും രാവിലെ. ശരിക്കും നമ്മള് മനുഷ്യന് കൊടുക്കണ എല്ലാ വ്യായാമം കൊടുക്കും. അതായത് കയ്യിലും കാലിനും ഒക്കെ ഉള്ള എക്സസൈസിന് നടത്തും. ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ കണ്ട് ഡെയിലി. പിന്നെ ഇവർക്ക് ഭക്ഷണം അത് ആ കറക്റ്റ് നേരമാവും. രാവിലെ 10 മണി, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി. അപ്പൊ നമുക്ക് നല്ലൊരു കളി ഇവിടെ പാടത്ത് കാണാം. ആയിക്കോട്ടെ, ശരി. പിന്നെ ഇതിൽ വരുന്ന അതായത് കാളപൂട്ട് സൗഹൃദത്തിന്റെ ഏത് ഗ്രൂപ്പ് അടുത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നടത്തിയിട്ട് ഇതിൽ ബാലൻസ് വരും. ക്യാഷ് സംഭാവനയായിട്ടും ഇതൊക്കെ കിട്ടുന്ന ക്യാഷ് ബാലൻസ് വരും. ആ ബാലൻസ് വരുന്നത് എല്ലാ കാളപൂട്ട് നടത്തുന്നുണ്ട്. ലളിതനായിട്ടുള്ള രോഗികൾക്ക് അത് വലിയൊരു നല്ല കാര്യമാണ്. കാരണം കാളപൂട്ട് നിലനിന്ന് പോണതും നടത്തുന്നതും ഒരു ചാരിറ്റിക്ക് വേണ്ടി. വീടുകൾ ഇപ്പൊ എന്താ പറയാ 4-5 വർഷത്തിൻ്റെ ഉള്ളില് 5 വീടോളം വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ നടത്തിയിട്ട് തിന്ന് വരുന്ന ബാലൻസ്. ഇതൊക്കെ അറിയാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ആയിക്കോട്ടെ. ഓക്കെ. പിന്നെ ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും കൂടി സൗഹൃദമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഭക്ഷണം ഏകദേശം തീരുമാനം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഫൈറ്റ് നമുക്ക്. ശരി, തീർച്ചയായും. അരിഷ്ടമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്തൊക്കെ കൂടിയുള്ള? ആയുർവേദം. ആയുർവേദം
ബലാരിഷ്ടം ദേശമൂലാരിഷ്ടം. കാളകൂട്ടിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ഇതിൻ്റെ എല്ലാ സമ്മാനങ്ങളും കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുന്നവർ മനുഷ്യാവകാശ പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തനത്തിനാണ് കൊടുക്കുന്നത് എന്നാണ് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതെ, നമ്മളിത് ഇന്ന് കാരുണ്യ ചാരിറ്റി പ്രവർത്തനത്തിന് നമ്മൾ പ്രിയപ്പെടുന്ന ഒരു പണ്ടൊക്കെ ഈ ചാരിറ്റി അതെ സൗഹൃദ കൂട്ടായ്മേൻ്റെ കാളകൂട്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. മാത്രമല്ല അതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയുള്ളത്? കൂടുതലെന്ന് പറയുന്നത് ഞങ്ങളിങ്ങനെ ഞങ്ങൾക്കിതൊരു എന്താ പറയുക ഒരു ആവേശമാണ്. ഈ ആവേശത്തിൽ കൂടി നമുക്ക് കിട്ടുന്നത് വെച്ചാൽ പഴയ പാവങ്ങൾ ഒരുപാട് പാവങ്ങൾ ഇതിലൂടെ ജീവിക്കുന്നു. അതാണ് നമ്മുടെ സംതൃപ്തി. പഴയ മുറികളൊക്കെ കന്നുകളെ കൊടുന്നു, അവർക്കും കണ്ടമാനം കാശ് ചിലവാണ്. അവരൊക്കെ അത്രയും കാശ് ചിലവാക്കിയിട്ട് ഈ കന്നുകളെ കൊടുത്തിട്ട് അവർക്ക് ഈ കപ്പ് മാത്രമേ കിട്ടുന്നു. പക്ഷെ അവർ കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് വെച്ചാൽ ഈ പാവങ്ങൾക്കുള്ള സഹായം ഞങ്ങൾ ചെയ്യുന്നത് ചാരിറ്റി കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിന് കിട്ടുന്ന പൈസ ഒരുപാട് പൈസ അങ്ങനെ എല്ലാ രോഗികൾക്കും ഇവിടെ നമ്മൾ കൂടുതൽ ചെയ്യണമെന്നാണ് എല്ലാവരും സഹകരിച്ചാൽ ചെയ്യാൻ നല്ല മനസ്സോടുകൂടി ഒരു മനസ്സോടുകൂടി തന്നെയാണ് ഈ ഒരു കാളകൂട്ട് മത്സരം എന്നുള്ളത് നമുക്ക് ഇത് ഞങ്ങൾ ആവേശം പകരുന്നതാണ്. ഉള്ളവർക്ക് ഈ ഒരു കാരുണ്യ പ്രവർത്തനം ഇത് ഞങ്ങളെ കൂട്ടായ്മ കാളകൂട്ട് സൗഹൃദ കൂട്ടായ്മ എന്ന ഒരു കൂട്ടായ്മയാണ്. അതിലുള്ള പഴയ ആളുകളാണ്, പഴയ കാളകൂട്ടുകാരാണ്. ഒരു 55-58 60-ന്റെ മേലുള്ള 100 വർഷങ്ങളായിട്ട് കാളകൂട്ടിട്ട് 100 വർഷങ്ങളായിട്ട് ഈ കാളകൂട്ടുകാരെ തലമുറയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാ മതക്കാരും പാവപ്പെട്ടവരും വലിയവരും അത് ഏറ്റവും വലിയ ഈ കഴിവുള്ളവൻ്റെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് പാവങ്ങൾ നടത്തുകയാണ്. അവർക്ക് ഇന്ന് എത്ര ആൾക്കാർ ഇതുകൊണ്ട് ജീവിച്ചു പോയി, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് എത്ര ആൾക്കാർ ഇതുകൊണ്ട് ജീവിച്ചു പോയിട്ട് എത്ര ജനങ്ങൾക്ക് കച്ചവടക്കാർക്ക് കാളകൂട്ടുകാർക്ക് ഇതിനെ പഠിക്കാർക്ക് ഇനി എന്തൊക്കെ ഒരു വാഹനം ഓടിക്കാൻ അതിൻ്റെ പെട്രോൾ പോലും ഒന്നും കടിച്ചു കഴിഞ്ഞില്ല. അതൊക്കെ എന്തിനാ കിട്ടുന്നത്? ഗവൺമെൻറ് ജനങ്ങൾക്ക് വരുമാനങ്ങൾ അതൊക്കെ ആണ്. അപ്പോൾ ഉള്ളവൻ്റെ കയ്യിൽ നിന്നാണ് ഈ കാളകൂട്ട് ഉണ്ടാക്കി തരുന്നത്. ഉള്ളവൻ്റെ പ്രോത്സാഹനം കൊടുത്താൽ നമ്മൾ അത് അതിനെന്ത് ചെയ്യും? നമ്മളെല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് കാളകൂട്ട് ഉണ്ടാക്കിയിട്ട് ജനങ്ങൾ ആവേശം കൊടുക്കണം. ഇല്ലാത്തവർക്ക് നടത്താൻ കഴിയില്ല. അപ്പോൾ ഉള്ളവനോട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അവർക്ക് എന്ത് സഹായങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഇല്ലാത്തവർ സഹായിച്ചു കൊടുത്തെങ്കിൽ ഈ കാളകൂട്ടിൽ നമുക്ക് വരാം. എത്ര ജനങ്ങൾ കൊണ്ട് കാളകൂട്ടിൽ ബസ് കയറിയിട്ട് വാഹനം ഓടിച്ചിട്ട് മോട്ടോർ സൈക്കിൾ അങ്ങനത്തെ ജനങ്ങൾ ഗവൺമെൻറ് ഗവൺമെൻറ്റില്ല. മുതൽ എത്ര കിലോ മേടിക്കണം ഒരു ദിവസം പറ്റി? ഒരു ചെറിയൊരു ഒരു ജോലിക്ക് 5 കിലോ അപ്പോൾ അതിൻ്റെയൊക്കെ വരുമാനമാണ് പാവപ്പെട്ട തൊഴിലാളികൾക്കാണ് കിട്ടുന്നത്. അതേ മനസ്സിലാക്കണം. ഒരു ജോഡിക്ക് 5 കിലോ മുതലാണ്. അത് പാവപ്പെട്ട ഉണ്ടാക്കുന്നവർക്കല്ലേ കിട്ടുന്നത്, അല്ലാത്തവർക്ക് കിട്ടുന്നില്ല. 1 കിലോ 85 റുപ്യ എന്നൊരു കിലോ മുതൽക്ക് വരാം. അത് വൈക്കോല്, ഒരു കെട്ട് വൈക്കോല് 250 റുപ്യ വരെ. അപ്പോൾ കൊയ്തിട്ട് നാക്കാലുണ്ടെങ്കിൽ കൃഷി നടത്തുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ കൃഷി നടത്തുന്നത്. അപ്പോൾ ഈ കൃഷിയുടെ ആവശ്യം എന്തിനാണ്? നാക്കാലിക്ക് ഇത് കൊടുക്കാനാണ്. അപ്പോൾ തൊഴിലാളി വെച്ച് കഴിയുമ്പോൾ കൂലി കിട്ടിയില്ലേ? ഉള്ളോ ചിന്തകളും കിട്ടും, ഇല്ലാത്തതിൻ്റെ. അപ്പോൾ ഉള്ളോ നമ്മളെല്ലാവരും കൂടി പ്രോത്സാഹനം കൊടുക്കണം. പിന്നെ ആരും ഒരു കടല വെക്കുന്നതിന് വരെ ഇതിന് ലാഭമുണ്ട്. അവരെ വീട്ടിൽ നിന്ന് കടല വറുത്ത് കൊടുത്തിട്ട് ഇവിടെ വെക്കുന്നവരെ അവർക്കും അവരെ കുടുംബം പോറ്റില്ലേ? ഇന്ന് എത്ര ജനങ്ങൾ ഇപ്പം ഇതുകൊണ്ട് എത്ര ജീവിച്ചു പോകുന്നുണ്ട്. വേറെ വിശേഷങ്ങളൊന്നും. അപ്പോൾ നല്ലൊരു ആവേശകരമായ കാളം. മെയിൻ ഉദ്ദേശം ഞങ്ങൾ ചാരിറ്റി. മെയിൻ ഉദ്ദേശം അവരുടെ ചാരിറ്റിയാണ്. നമുക്ക് ഒരു പൈസ അതെ. സ്പോൺസർ ചെയ്തിരിക്കുന്നു ഈ സീസണിലെ ആദ്യ ഇരുചക്രവാഹനവും സമ്മാനമായി നൽകും. ഈ മത്സരത്തിന്റെ 2ാം സ്ഥാനക്കാർക്ക് ഈ കന്ന്
വാഴാലി ബ്രദേഴ്സ് പട്ടാമ്പി. 16 NC ഗ്രൂപ്പ് വളാഞ്ചേരി 17, ആയപ്പള്ളി മുഹമ്മദ് കുട്ടി കരേക്കാട് 18, ആലുകൽ ഇബ്രാഹിം ഓമച്ചപ്പുഴ കന്ന് തയ്യാറാക്കി നിർത്തി. ഇപ്പോൾ കൂടി നമ്പർ 13 1-4 സെക്കൻഡ് 15.14. അടുത്ത നമ്പർ 14 കൊളക്കാട് മുത്തൂർ കാഞ്ഞിരക്കോട്. നമ്പർ 15 തോഴാലി ബ്രദേഴ്സ് പട്ടാമ്പി 14 കൊളക്കാട് മുത്തൂർ കാഞ്ഞിരക്കോട്. കന്നറകട